ഹായ് ഓൾ, വെൽക്കം ടു ഡോക്ടേഴ്സ് ഡയറീസ്. വീക്കെൻഡ്സിൽ സാധാരണയായി റോഡെല്ലാം നല്ല റഷായിരിക്കും. ഈ വീക്കെൻഡിൽ എന്തോ കുറച്ച് തിരക്കൊക്കെ കുറവുണ്ട്. നമ്മൾ ജുമ്മ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയിൽ ഉണ്ടാക്കിയ ബിരിയാണിയൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഫുൾ വീക്കിലുള്ള സ്ട്രെസ്സും ടെൻഷൻസും എല്ലാം ഒന്ന് മാറ്റി ഒന്ന് കംപ്ലീറ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ഔട്ടിങ്സൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നൗഫൽക്ക് കാറിലൊരു സോങ്ങൊക്കെ പ്ലേ ചെയ്ത് അതിൻ്റെ കൂടെ പാടി വേറെ വൈബായിരുന്നു. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടും പബ്ലിസിറ്റി ആഗ്രഹിക്കാത്തത് കൊണ്ടും ഞാൻ ആ സോങ് മ്യൂട്ട് ചെയ്ത് കളഞ്ഞു. ഇത് ദുബായ് വാട്ടർ കനാലാണ്. ഇതിൻ്റെ സൈഡ്സ് വാക്കിങ്ങിന് പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസാണ്. ബോട്ടിങ്ങും ഉണ്ട്, ബട്ട് നമ്മൾ അന്ന് ബോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് വേറൊരു ദിവസം അതിനായിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഇന്ന് പുറത്ത് വന്നതിന് വേറൊരു ഉദ്ദേശവും കൂടിയുണ്ട്. ലാസ്റ്റ് വീക്ക് ഫിഷിംഗ് റോഡ്, ഫിഷിംഗ് ഹുക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിരുന്നു. ഇതുവരെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു പ്ലേസ് കുറേ തപ്പി നടന്നു. അപ്പോൾ പറ്റുവാണെങ്കിൽ ഫിഷിങ്ങും കൂടെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ സിസ്റ്റർ ഇൻ ലോയും ഫാമിലിയും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. മക്കളെല്ലാവരും ഫിഷിങ്ങിനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ദുബായ് ക്രീക്കിൽ പോയിട്ട് ഫിഷിംഗ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. ആർക്കും ഫിഷിങ്ങിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. എന്നാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നെക്സ്റ്റ് ടേൺ എൻ്റെതായിരുന്നു. ഫിഷ് കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ഞാനും കുറേ ട്രൈ ചെയ്ത് നോക്കി. കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ട്രൈ ചെയ്തെങ്കിലും കൂടിയിട്ട് എനിക്കും ഫിഷൊന്നും കിട്ടിയില്ല. പിന്നെ ആകെ ഒരു ബെനിഫിറ്റ് ഉണ്ടായത് എങ്ങനെയാണ് ഫിഷിങ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് ബേസിക്സും ടിപ്സും ഒക്കെ കിട്ടി. ചൂട് കൂടുതലായതുകൊണ്ട് എല്ലാവരും നല്ല ടയേർഡായി. പിന്നെ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഫിഷിംഗ് നിർത്തി നമ്മൾ തിരിച്ചു വന്നു. ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിൽ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.